നമസ്കാരം. പലർക്കും പലപ്പോഴുമായിട്ട് പറയുമ്പോൾ, അതായത് നമ്മൾ സ്കാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കിന് പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, ഒരു 3rd മന്ത് സ്കാൻ അല്ലെങ്കിൽ 5ാം മാസത്തെ സ്കാനിനകത്ത് മറു താഴെയാണ് അല്ലെങ്കിൽ പ്ലാസന്റ താഴെയാണ് എന്ന് പറയുമ്പോഴത്തേക്കിന് പലർക്കും ടെൻഷനാണ്. അത് കാരണം ഹോസ്പിറ്റലുകൾ മാറുന്നവരുണ്ട്. പല ആൾക്കാരുടെ അടുത്ത് പോയി, ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി പ്ലാസന്റ താഴെ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അതിൽ തന്നെ പല കമന്റ്സും വരാറുണ്ട്. പ്ലാസന്റയുടെ പൊസിഷൻ എങ്ങനെ, എന്റെ അത് ഫണ്ടലാണ്, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പ്ലാസന്റ ആന്റീരിയർ വോളിലാണ്, അതുകൊണ്ട് നോർമൽ ഡെലിവറി ആവൂലേ എന്നൊക്കെ. ശരിക്കും എന്താണ് പ്ലാസന്റയുടെ ഫംഗ്ഷൻ? അതായത് പ്ലാസന്റ അഥവാ മറവിള്ള എന്ന് പറയുന്നത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് രക്തം കൊണ്ടുപോകാൻ ഉള്ള ഒരു ട്രാൻസ്പോർട്ടർ. അതാണ് മെയിൻ ആയിട്ട് പ്ലാസന്റ എന്ന് പറയുന്നത്. പ്ലാസന്റ നേരാവണ്ണം ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. കുഞ്ഞിലോട്ട് ഉള്ള രക്തോട്ടം കുറയാനും, അമ്മയിൽ നിന്നും പ്രോപ്പർ ആയിട്ട് കുഞ്ഞിൽ രക്തം കിട്ടാതിരിക്കാനും, അത് കാരണം കുഞ്ഞിന് ഗ്രോത്ത് കുറയാനും, വെള്ളം കുറയാനും, അമ്മയ്ക്ക് BP വരാനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ പൊസിഷൻ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് കൂടുതലും നമുക്ക് പ്രാധാന്യം വരുന്നത് ടുവേഴ്സ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസിയുടെ അവസാനം വരുമ്പോഴാണ് അതിൽ നമുക്ക് കൂടുതലായിട്ട് പ്രാധാന്യം വരുന്നത്, പ്രത്യേകിച്ചും മുന്നത്തെ സിസേറിയൻ ഒക്കെ ചെയ്ത കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇന്ന് പ്ലാസന്റയുടെ പൊസിഷനെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. യൂട്രസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമുക്കൊരു കുടം കമഴ്ത്തി വെച്ച പോലെ നമുക്ക് യൂട്രസിനെ കരുതാം. അങ്ങനെ നമ്മൾ കരുതുകയാണെങ്കിൽ അതിനൊരു ഫ്രണ്ടിൽ ഒരു വോളുണ്ട്, ഫ്രണ്ടിൽ ഒരു ഭിത്തി ഉണ്ടാവും, 2 സൈഡിലും ഓരോ ഭിത്തി ഉണ്ടാകും, ബാക്കിലും ഒരു ഭിത്തി ഉണ്ടാവും. അതുപോലെ തന്നെ താഴെ ഒരു കുടത്തിന്റെ മുഖം, മൗത്ത് ഉണ്ടാകും, വായ്. അതുപോലെയാണ് യൂട്രസും. ശരിക്കും താഴ്ഭാഗം യൂട്രസിനെ അടഞ്ഞിരിക്കും. അത് ഡെലിവറി സമയം ആവാറാകുമ്പോഴത്തേക്കിനാണ് യൂട്രസിന്റെ താഴ്ഭാഗം തുറന്നു വരിക. അതിന് നമ്മൾ യൂട്രസിന്റെ ഗളഭാഗം അല്ലെങ്കിൽ മുഖഭാഗം എന്ന് പറയും. അപ്പൊ ഈ യൂട്രസിനെ എടുക്കുമ്പോൾ അതിന് ഫ്രണ്ടിൽ ഒരു വോളുണ്ട്, ബാക്കിൽ ഒരു വോളുണ്ട്, 2 സൈഡിലും ഒരു വോളുണ്ട്. ഇതിന് എവിടെ വേണമെങ്കിലും പ്ലാസന്റ ഇരിക്കാം. അതുപോലെ മുകളില് യൂട്രസിന്റെ കുടത്തിന്റെ മേൾഭാഗമില്ലേ, അത് മേൾഭാഗത്തും പ്ലാസന്റ ഇരിക്കാം. എവിടെ വേണമെങ്കിലും പ്ലാസന്റ അറ്റാച്ച്ഡ് ആവാം. അതിന് നമ്മൾ ആന്റീരിയർ അറ്റാച്ച്മെന്റ്, ആന്റീരിയർ പ്ലാസന്റ എന്ന് പറയും, പോസ്റ്റീരിയർ പ്ലാസന്റ എന്ന് പറയും, റൈറ്റ് ലാറ്ററൽ വോൾ എന്ന് പറയും, അല്ലെങ്കിൽ ലെഫ്റ്റ് ലാറ്ററൽ വോൾ എന്ന് പറയും, അല്ലെങ്കിൽ മുകളിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഫണ്ടൽ പ്ലാസന്റ എന്ന് പറയും. ഈ പൊസിഷൻസിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് ബേബീസിന്റെ പൊസിഷനിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാറുണ്ട്. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ കൂടുതലും ചോദിക്കുന്നവര് മറു താഴെയാണ് അല്ലെങ്കിൽ മുഖഭാഗം കവർ ചെയ്താണ് പ്ലാസന്റ ഇരിക്കുന്നത്, ഇന്റേണൽ ഓസ് കവർ ചെയ്താണ് പ്ലാസന്റ ഇരിക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, പ്ലാസന്റ പ്രീവിയ എന്ന് ഡോക്ടർ പറയുന്നു, അതുകൊണ്ട് എന്താണ് കോംപ്ലിക്കേഷൻ എന്നുള്ളതാണ്. അപ്പൊ ആദ്യം പ്ലാസന്റൽ പൊസിഷനെ കുറിച്ച് പറയാം. ശരിക്കും ഫണ്ടൽ അല്ലെങ്കിൽ മുകളിലാണ് പ്ലാസന്റ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം കുഞ്ഞു തല തിരിഞ്ഞു കിടക്കാൻ, അതായത് ഊരഭാഗം താഴെയായിട്ട് കിടക്കാനുള്ള സാധ്യത, ബ്രീച്ച് ആയിട്ട് കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്ലാസന്റ താഴ്ഭാഗത്താണ് പ്ലാസന്റ ഇരിക്കുന്നതെങ്കിലും ചിലപ്പോൾ ബ്രീച്ച് ആയിട്ട് കുഞ്ഞിന്റെ തല മേലെയായിട്ട് കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടും കുഞ്ഞിന്റെ പൊസിഷൻസ് ബാധിക്കാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ആന്റീരിയർ പ്ലാസന്റ ആണെങ്കിൽ, ഫ്രണ്ടിലാണ് പ്ലാസന്റ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ അതായത് ബാക്ക് ബോൺ ഇരിക്കുന്നത് റൈറ്റ് സൈഡിലായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും കുഞ്ഞ് ഡെലിവറി സമയത്ത് തല റൊട്ടേറ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങാൻ കുറച്ച് ടൈം എടുത്തു എന്ന് വന്നേക്കാം. അതല്ലാതെ ഫ്രണ്ടിൽ പ്ലാസന്റ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കുഞ്ഞിന്റെ അനക്കം അറിയുന്നില്ല, അങ്ങനെയൊന്നും വരാറില്ല. സാധാരണ അമ്മയുടെ വയറിന് കട്ടി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ, ഭയങ്കര വണ്ണമുള്ള ഒരു അമ്മയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോ കുഞ്ഞിന്റെ ഉള്ളിലെ അനക്കം പ്രോപ്പറായിട്ട് അമ്മ അറിഞ്ഞു എന്ന് വരില്ല. അത് ചിലപ്പോൾ നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ അനക്കം കുറവായിട്ട് അമ്മമാര് വരുമ്പോൾ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നല്ലതായിട്ട് കുഞ്ഞ് അനങ്ങുന്നുണ്ട്, പക്ഷെ അമ്മയ്ക്ക് അറിയുന്നില്ല എന്നുള്ള അവസ്ഥ വരാം. അത് അമ്മയുടെ വയറിന്റെ കട്ടി കൂടുതലായതുകൊണ്ടാണ്. ശരിക്കും ഈ മറുപിള്ള അല്ലെങ്കിൽ പ്ലാസന്റ എന്ന് പറയുന്നത് കൂടിപ്പോയ ഒരു 1 to 3 സെന്റിമീറ്റേഴ്സ് ഒക്കെ തിക്നെസ്സേ വരുവുള്ളൂ. ആ തിക്നെസ് കട്ടി ഉള്ളത് കൊണ്ട് കുഞ്ഞിന്റെ അനക്കം, ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അനക്കം അമ്മ അറിയാതിരിക്കേണ്ട കാര്യം ഒന്നുമില്ല. ഇനി പ്ലാസന്റ താഴെ ഇരുന്നാൽ എങ്ങനെ? ശരിക്കും ഇത്രയും ചെറിയൊരു യൂട്രസ് വലുതായി ഈ വലുതായി വരുന്ന കുഞ്ഞിനെ ഒക്കുപ്പൈ ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഒരു 3 മാസത്തിനുള്ളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് യൂട്രസും ചെറുതായിരിക്കും, കുഞ്ഞും ചെറുതായിരിക്കും, പ്ലാസന്റയും ചെറുതായിരിക്കും. 5th മന്തിലും അങ്ങനെ തന്നെ യൂട്രസും ചെറുതായിരിക്കും, പ്ലാസന്റയും ചെറുതായിരിക്കും, കുഞ്ഞും ചെറുതായിരിക്കും. അപ്പൊ ആ സമയത്ത് പ്ലാസന്റ ചിലപ്പോൾ ഇരിക്കുന്നത് താഴ്ഭാഗത്തായിരിക്കാം, ചിലപ്പോൾ താഴ്ഭാഗം കവർ ചെയ്തായിരിക്കാം ഇരിക്കുന്നത്. പക്ഷെ ഇതിലൊരു 90% പേർക്കും ഈ യൂട്രസ് വളർന്ന് വലിപ്പം വെക്കുമ്പോൾ ഈ ഇരിക്കുന്ന പ്ലാസന്റ ഇരിക്കുന്ന ഭാഗം തന്നെ മേളിലോട്ട് കയറിപ്പോവും. അതായത് ആ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പൊസിഷൻ മാറൂല, പ്ലാസന്റയും മേളിലോട്ട് കയറൂല, നേരെ മറിച്ച് ആ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗം വളർന്ന് വലുതായി വരുമ്പോഴത്തേക്കും അത് മേലോട്ട് വരും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോ തന്നെത്താനെ ഒരു 90% ആൾക്കാർക്കും ഈ പ്ലാസന്റ മേലോട്ടുള്ള പൊസിഷനായി മാറും.
ഇനി താഴ്ഭാഗത്താണ് പൊസിഷൻ എന്ന് ഉള്ളത് നമ്മൾ ഒരു 8 മാസം കഴിയുമ്പോഴാണ് നമ്മൾ ഒന്നുകൂടെ കൺഫേം ചെയ്യുക. 32 ആഴ്ച കഴിഞ്ഞിട്ടും പ്ലാസന്റ താഴെയാണ്, താഴ്ഭാഗത്താണ് ഇരിക്കുന്നത്, താഴ്ഭാഗം അതല്ലെങ്കിൽ മുഖഭാഗം കവർ ചെയ്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഡേഞ്ചർ ആവാം. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ നോർമൽ ഡെലിവറി ആയില്ല എന്ന് വരാം. പ്ലാസന്റ ഡെലിവറി സിസേറിയൻ കഴിഞ്ഞിട്ടാണെങ്കിലും ചിലപ്പോൾ പ്ലാസന്റ എടുത്ത് മാറ്റുമ്പോൾ ഭയങ്കരമായി ബ്ലീഡിങ് വന്നു എന്ന് വരാം. അങ്ങനെയുള്ളവർ കെയർഫുൾ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ പ്ലാസന്റ പ്രീവിയ എന്ന് പറയുന്നത്. അതായത് 7 മാസം കഴിഞ്ഞതിന് ശേഷവും പ്ലാസന്റ താഴ്ഭാഗം കവർ ചെയ്തിരിക്കുകയോ അല്ലെങ്കിൽ താഴ്ഭാഗത്തിന് 2 സെന്റിമീറ്റർ ഉള്ളിൽ ഇരിക്കുകയോ ചെയ്താലാണ് നമ്മൾ അതിനെ ദോഷം എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. അങ്ങനെയുള്ളവര് സ്പെഷ്യൽ ആയിട്ട് കെയർ എടുക്കണം. കാരണം യൂട്രസ് ഒന്നും ചെറുതായിട്ട് ചുരുങ്ങുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ചെയ്തില്ല എന്ന് തന്നെ വരും, വെറുതെ കിടന്നുറങ്ങുമ്പോഴൊക്കെ ചിലപ്പോൾ ബ്ലീഡിംഗ് ആയിട്ട് അമ്മ വരാറുണ്ട്. അത് ചിലപ്പോൾ സിവിയർ ബ്ലീഡിംഗ് ആവാം. അങ്ങനെയാണെങ്കിൽ അമ്മയുടെ ലൈഫിനും ഡേഞ്ചർ ആവാം എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ സൂക്ഷിക്കണം. അതല്ലാതെ 5-ാം മാസത്തെ സ്കാനില് മറു താഴെയാണ് എന്ന് വെച്ചിട്ട് ചിലപ്പോ തുടക്കം, അതായത് 3 മാസം 4 മാസം 5 മാസത്തിലൊക്കെ അമ്മയ്ക്ക് ചിലപ്പോൾ ചെറുതായിട്ട് ബ്ലീഡിംഗ് ഉണ്ടായി എന്ന് വരാം. അത് ആ മറുഭാഗം താഴെ ഇരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് കുറച്ചൊന്ന് ആക്ടിവിറ്റീസ് കുറയ്ക്കാൻ പറയും, സെക്ഷൽ കോണ്ടാക്ട് അവോയ്ഡ് ചെയ്യാൻ പറയും, ടോയ്ലറ്റിൽ പോകുന്നത് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പോകാതിരിക്കാൻ പറയും, ഒരുപാട് സ്റ്റെപ്സ് കയറി ഇറങ്ങാതിരിക്കാൻ പറയും. ഇതൊക്കെ ആ താഴ്ഭാഗത്ത് പ്ലാസന്റ ഇരിക്കുന്നത് കുറച്ചൊന്ന് മേളിലോട്ട് കയറുന്നത് വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഒരു 7th മന്ത് ആയി പ്ലാസന്റ മേളിലോട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആക്ടിവിറ്റീസിനോ അല്ലെങ്കിൽ അവർ നോർമലായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഒരു 90% ആൾക്കാർക്കും പ്ലാസന്റ താഴെയാണെങ്കിലും 5th മന്തിൽ താഴെയാണെങ്കിലും അത് മേലോട്ട് കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. വളരെ കുറച്ച് പേർക്ക് മാത്രമേ അത് താഴ്ഭാഗത്ത് തന്നെ അങ്ങനെ തന്നെ നിൽക്കാറുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഈ പ്ലാസന്റൽ പൊസിഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ഡെലിവറി സമയത്ത് ചിലപ്പോ തലയൊക്കെ റൊട്ടേറ്റ് ചെയ്ത് ഇറങ്ങാൻ കുറച്ച് ടൈം എടുക്കും എന്നല്ലാതെ ആക്ച്വലി പ്ലാസന്റൽ പൊസിഷൻ, പ്ലാസന്റ ഫണ്ടൽ, ആന്റീരിയർ, പോസ്റ്റീരിയർ അതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് ആക്ച്വലി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പ്ലാസന്റ 8 മാസം കഴിഞ്ഞിട്ടും താഴ്ഭാഗത്താണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇനി സിസേറിയൻ കഴിഞ്ഞവരുടെ കാര്യം പ്രത്യേകിച്ച് ചോദിക്കാം. സിസേറിയൻ ഇപ്പൊ ഒരു 1, 2 അല്ലെങ്കിൽ 3 സിസേറിയൻ കഴിഞ്ഞവരാണ് എന്നുണ്ടെങ്കിൽ പ്ലാസന്റ മുന്നേ ഉണ്ടായ യൂട്രസിന്റെ മുറിവിന്റെ പുറത്ത് അറ്റാച്ച് ചെയ്താൽ, പുറത്താണ് വന്ന് ഒട്ടിപ്പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ യൂട്രസിന്റെ ആ പഴയ മുറിവിന്റെ അവിടെ രക്തോട്ടം കുറവായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രക്തോട്ടം പ്രോപ്പർലി കിട്ടിയില്ലെങ്കിൽ പ്ലാസന്റ യൂട്രസിന് പുറത്തോട്ട് വളരാനും ചിലപ്പോൾ മൂത്രസഞ്ചിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ളത് വളരെ ഡേഞ്ചറസ് ആണ്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ടെർഷറി കെയർ സെന്റർ, അതായത് എല്ലാ സർജറികളും യൂറോളജിസ്റ്റും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഡെലിവറി സിസേറിയൻ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് യൂട്രസ് തന്നെ എടുത്തു മാറ്റേണ്ട ഒരു അവസ്ഥയും ഉണ്ടായിന്ന് വരാം. അത് പ്ലാസന്റ അക്രീറ്റ എന്ന് പറയുന്ന വേറൊരു കണ്ടീഷനാണ്. അത് റെയറായിട്ടേ കാണാറുള്ളൂ, പക്ഷെ കാണാറുണ്ട്. അത് മുന്നേ സിസേറിയനോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് എടുത്ത് മാറ്റിയവരോ അങ്ങനെയൊക്കെ ഉണ്ട്. യൂട്രസിൽ ഓൾറെഡി മുറിവുള്ളവരാണെങ്കിലാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ സാധാരണ കണ്ടുവരിക എന്നുള്ളതാണ്. നന്ദി.